സർ. ടീച്ചർ ഇരിക്കും. കൂട്ടുകാരി പുറത്തിരിക്കല്ലേ? അതെ, എന്നോട് മാത്രം വന്നാ മതിയെന്ന് അവര് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാ, നമ്മൾ സംസാരിക്കുന്നൊക്കെ വേറൊരാൾ അറിയണ്ടെന്ന് കരുതിയാ ഞാൻ ടീച്ചറെ മാത്രം അകത്തേക്ക് വിളിച്ചത്. എന്താ സർ? പറയാം. ടീച്ചർ ഭാഗ്യവതിയാണ് കേട്ടോ. അതെന്താ സർ? ഞാനന്ന് പറഞ്ഞില്ലേ, മോഷ്ടാക്കൾ മിക്കവാറും നിങ്ങളുടെ പുറകെ ബാങ്കിൽ വന്നിട്ടുണ്ടാവുമെന്ന്. CCTV പരിശോധിച്ചപ്പോ സംഗതി ശരിയായിരുന്നു. 2 പേർ നിങ്ങളുടെ പുറകെ കയറി വന്നു, നിങ്ങളുടെ പുറകെ ഇറങ്ങി പോവുകയും ചെയ്തു. ബാങ്കിൽ ട്രാൻസാക്ഷൻ നടത്തിയതുമില്ല. ഭാഗ്യത്തിന് അവരെ ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. അവന്മാരെ ഞങ്ങൾ പൊക്കി. ആരാ സർ അവര്? അങ്ങ് ആലപ്പുഴ അത്തിപ്പള്ളം കോളനിയിലുള്ള 2 പേരാ. അവന്മാര് 4 പേര് ചേർന്ന പരിപാടി നടപ്പാക്കിയത്. ഓരോരുത്തർക്കും 4000 രൂപ വെച്ച് പ്രതിഫലവും കിട്ടി. അയ്യോ, അപ്പോ എന്റെ 4 ലക്ഷം? ആ പണം വേറൊരു വഴിക്കാ പോയത്. അക്കാര്യം സംസാരിക്കാനാ ഞാൻ ടീച്ചറോട് വരാൻ പറഞ്ഞത്. എന്താ സർ? കോളനിയിലെ പിള്ളേരെ ഈ പണി ഏൽപ്പിച്ചത് വേറൊരാളാ, ഒരു ചെല്ലപ്പൻ. അവൻ അക്കരയുള്ളതാ, വടക്കേക്കരയില്. ചെല്ലപ്പൻ ഞങ്ങൾക്കൊരു സ്ഥിരം തലവേദന കേസാ. ഗുണ്ടായുസവും കൂലിത്തല്ലുവാ പ്രധാന പരിപാടി. ചെല്ലപ്പനെ ഞങ്ങൾ പിടികൂടി. ആദ്യമൊന്നും വാ തുറക്കാൻ കൂട്ടാക്കിയില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോ മെല്ലെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. ബാങ്കിൽ നിന്ന് ടീച്ചർ കൊണ്ടുവരുന്ന പണം വഴിക്ക് വെച്ച് തട്ടിയെടുക്കാനുള്ള ജോലി അവനേൽപ്പിച്ചത് ഒരു സ്ത്രീയാണത്രേ. അതാരാ? ഒരു ഗംഗ. അന്വേഷിച്ചപ്പോ അവര് മാർത്താണ്ഡത്തെ വേലക്കാരിയാണെന്ന് അറിഞ്ഞു. അതുകൊണ്ടാ ഞാൻ ടീച്ചറോട് മാത്രമായി സംസാരിക്കാമെന്ന് കരുതിയതും കൂട്ടുകാരിയോട് പുറത്തിരിക്കാൻ പറഞ്ഞതും. മാർത്താണ്ഡത്തെ സ്കൂളിലാണല്ലോ ടീച്ചർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള നടപടി ടീച്ചറുമായിട്ട് ആലോചിച്ചിട്ടാകാമെന്ന് കരുതിയത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആളെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ ടീച്ചർക്ക് എന്തെങ്കിലും മാർഗം തോന്നുന്നുണ്ടോ? വീരഭദ്രൻ സാറിനോട് പറഞ്ഞിട്ടോ ഗംഗയോട് തന്നെ നേരിട്ട് സംസാരിച്ചോ? അങ്ങനെ എന്തെങ്കിലും വഴി? ഞാനിത് പറയാൻ കാരണം വേറൊന്നുമല്ല, പോലീസുകാരെ കൊണ്ട് സാധിക്കാഞ്ഞിട്ടുമല്ല. പോലീസാണ് പണം കണ്ടെടുക്കുന്നതെങ്കിൽ ടീച്ചർക്ക് അത് തിരികെ കിട്ടാൻ ചിലപ്പോൾ മാസങ്ങളെടുക്കും.